ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കട്ടിലെ വേസ്റ്റായിട്ട് ഇവിടെ ഇട്ടിരുന്ന ഒരു ബൗളുകളാണ്. അപ്പം ഞാനിതെല്ലാം എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ നല്ലൊരു ബാസ്ക്കറ്റാണ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇതായത് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഞാനിതിനെ നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് അത് ഒട്ടിച്ചെടുക്കാം. ഞാൻ ആ ഒരു അടപ്പ് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ബൗൾ എടുത്ത് വെച്ച് ഒട്ടിച്ചെടുക്കാനായിട്ട് ഫെവി ബോണ്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഉണ്ട് ഇതുപോലെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഫോം ഷീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലിറ്റേർഡ് ഷീറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും മുത്തുകൾ കൊണ്ടോ ഒക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡെക്കറേറ്റ് ഓരോന്നോരോന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പം നമ്മുടെ വീട്ടിൽ ഉള്ള ഷോക്കേസ് കംപ്ലീറ്റ് നല്ല ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരില്ല. ഈ ഒരു ലേസ് എന്ന് പറയുന്നത് ഫാൻസി ലേസാണ്. അപ്പം ഇതിലത്തെ പല കളറുകൾ കിട്ടും. ഞാനിപ്പോൾ യെല്ലോ ഉണ്ടല്ലേ, ക്രീം കളർ ആൻഡ് പിങ്ക് കളർ, ഇത് 3 കളറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. വെറുതെ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഞാനത് ചുറ്റി വരഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്തത്. അത് നമ്മൾ ഇതുപോലെ അത് കംപ്ലീറ്റ് ഫെവി ബോണ്ട് തേച്ചിട്ടുമില്ല. ഒരു എൻഡ് തുടങ്ങിയാൽ അടുത്ത എൻഡ് എത്തുമ്പോഴത്തേക്ക് മാത്രമേ ഇവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്തുള്ളൂ. എന്നാലും ഭംഗിയോടുകൂടി നമുക്കത് ചുറ്റി വരഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ തന്നെ ഒന്നും വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബൗളുകളും പ്ലാസ്റ്റിക്കുകളും എല്ലാം നമുക്കിതുപോലെ പലവിധ ഡെക്കറേഷൻ ഐറ്റംസ് ആക്കി എടുക്കാൻ പറ്റും. ബോട്ടിൽസ് ആയാലും പ്ലാസ്റ്റിക്കുകളൊന്നും നമുക്ക് ഇതുപോലെ വേസ്റ്റ് ചെയ്ത് കളയേണ്ടി വരില്ല. ഓരോ പല ഷേപ്പുകളിലുള്ള ബൗളുകൾ നമ്മളെ കയ്യിൽ കിട്ടുന്നതിനെല്ലാം നമുക്ക് പല രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, വെറുതെ നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് എവിടെയൊക്കെ ആവശ്യം വേണ്ടി വരുന്നിടത്ത് മാത്രമേ ഇവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മളിത് വെറുതെ ചുറ്റി വരിഞ്ഞെടുക്കുക. ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല മനോഹരമായിട്ട് വെറുതെ ഇരുന്നൊരു പ്ലാസ്റ്റിക് ബൗളാണ്, വേസ്റ്റാക്കി ഇട്ടിരുന്നതാണ്. അത് കഴുകി ഞാൻ നീറ്റാക്കി മനോഹരമാക്കി നമുക്ക് ചുറ്റി വരിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫുൾ ആ ഒരു ഭംഗിയുണ്ടില്ലേ. ഇത് മധ്യത്ത് മാത്രം ഞാൻ ക്രീം കളറും പിങ്ക് കളറും ചെയ്തുകൊണ്ട് ഗോൾഡൻ കളർ ഫാൻസി ലേസ് ഇട്ടാണ്. ഇനിയെന്ന് വെച്ചാൽ ഞാൻ ഗോൾഡൻ ഫോം ഷീറ്റ് കൊണ്ട് ഏറ്റവും താഴെ അത് കുറച്ചും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്ത് ഡെക്കറേറ്റ് ചെയ്ത്, ഇനിയെന്ന് വെച്ചാൽ ഞാനിവിടെ റിബൺ കൊണ്ട്, അതായത് ഗോൾഡൻ റിബൺ കൊണ്ട് ഒരു ചെറിയ ഫ്ലവർ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നമ്മൾ സാധാരണ ഫ്ലവർ കട്ടിങ് ചെയ്യുന്ന കണക്ക് ഏത് ഫ്ലവർ കട്ട് ചെയ്താലും അതൊരു അതായത് ഒരു പൂവിൻ്റെ ഒരു എതള് പോലെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പത്തിൽ. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏത് റിബണും യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റർ കൊണ്ട് ചുറ്റുമാകുമ്പോൾ അല്ലെങ്കിൽ അത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി, ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, വെറുതെ ഒന്ന് ചൂടാക്കി ഇനി ആ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു വളഞ്ഞ് നല്ല ഒറിജിനാലിറ്റി, ഒരു എതളിൻ്റെ ഒറിജിനാലിറ്റി കിട്ടും. നമുക്ക് ഒരു പൂവിൻ്റെ ഒരു ഭംഗിയോടുകൂടി നമുക്കത് ചെയ്തെടുക്കാം. വെറുതെ ആ ഒരു ഷേപ്പ് ഒട്ടിച്ചെടുക്കുന്നതിലല്ല, ഒന്ന് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് മടക്കി വയ്ക്കുമ്പോൾ നല്ല ചുളുവോടുകൂടി നമുക്കൊരു ഫ്ലവറിൻ്റെ ഇതളാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഇതുപോലെ വേണമെങ്കിൽ ഫ്ലവറിന് നമ്മൾ ചെയ്യുന്നതെല്ലാം, നമ്മൾ ഏത് ഫ്ലവർ ചെയ്താലും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോസ് ഫ്ലവർ ആയാലും അതുപോലെ തന്നെ നമുക്ക് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടില്ലേ, വെറും 4 ഇതൾ, അതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ. വെറുതെ ഇരുന്നൊരു ബൗളാണ്, നമ്മളത് നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയോടെ നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഞാൻ മുത്തുകൾ, അത് എൻ്റെ കയ്യിൽ കുട്ടികൾ തന്ന കുറേ മുത്തുകളുണ്ടായിരുന്നു, അതെല്ലാം വെച്ച് ഞാനത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇനി അതുപോലെ തന്നെ ഒരു ഹാൻഡിലും കൊടുത്ത് അതും ഡെക്കറേറ്റ്, അതെല്ലാം ഫോം ഷീറ്റിൻ്റെയാണ്. മനോഹരം, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.